Hi all, welcome back to Maths and Physics class of JB. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് സർക്കുലർ മോഷനായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് സെൻട്രിപെറ്റൽ ഫോഴ്സും സെൻട്രിഫ്യൂഗൽ ഫോഴ്സും. ഒരു ബോഡി ഒരു സർക്കുലർ മോഷനിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ബോഡീനെ ആ സർക്കുലർ മോഷനിൽ നിലനിർത്തുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സിനെ പറയുന്നതാണ് എന്ത്? സെൻട്രിപെറ്റൽ ഫോഴ്സ്. അതേപോലെ ആ ഫോഴ്സിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ആക്സലറേഷൻ എന്തെന്ന് പറയുന്നു? സെൻട്രിപെറ്റൽ ആക്സലറേഷൻ എന്ന് പറയുന്നു. ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ആ സർക്കുലർ പാത്തിൻ്റെ സെൻറ്ററിലേക്ക് അലോങ് ദ റേഡിയസ് ഓഫ് ദാറ്റ് സർക്കുലർ പാത്ത് ആയിരിക്കും ഡയറക്ഷൻ. എന്ന് പറഞ്ഞാൽ ആ സർക്കുലർ പാത്തിൻ്റെ റേഡിയസിൽ കൂടെ ആ സർക്കുലർ പാത്തിൻ്റെ സെൻറ്ററിലോട്ടായിരിക്കും ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ത് ചെയ്യുക? ആക്ട് ചെയ്യുക. അപ്പോൾ ഈ സെൻട്രിപെറ്റൽ ഫോഴ്സാണ് ഒരു ബോഡീനെ സർക്കുലർ മോഷനിൽ എന്ത് ചെയ്യുന്നത്? നിലനിർത്തുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കാറ് ഒരു കർവ്ഡ് പാത്ത് അല്ലെങ്കിൽ ഒരു വളവ് അതിൽ കൂടെ പോവുകയാണെങ്കിൽ അത് ശരിക്കും എന്താണ്? ഒരു സർക്കുലർ മോഷനാണ് അല്ലേ? അപ്പോൾ ആ കാറിനെ അവിടെ ആ സർക്കുലർ മോഷനിൽ നിലനിർത്താൻ എന്ത് വേണം? ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. ആ കേസിൽ ആരാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുക? ആ കാറിൻ്റെ ടയറും റോഡും തമ്മിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സാണ് എന്ത് ചെയ്യുക? ആ കാറിന് സർക്കുലർ മൂവ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ത് ചെയ്യുക? കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഓരോ കേസിലും ഓരോ ആൾക്കാരുണ്ടാവും എന്തിന്? സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ കറക്റ്റ് ഓപ്പോസിറ്റായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഫിക്ഷ്യസ് ഫോഴ്സ് അല്ലെങ്കിൽ ഒരു നോൺ റിയൽ ആയിട്ടുള്ളൊരു ഫോഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എപ്പോഴും എങ്ങനെയായിരിക്കും? ആ ടു ദ ഔട്ട്വേർഡ്സ് ഓഫ് ദ സർക്കിൾ ആയിരിക്കും. അതായത് സർക്കിളിൻ്റെ പുറത്തേക്കായിരിക്കും എന്തുണ്ടാവുക? സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ എന്ത് ഡയറക്ഷൻ ഉണ്ടാവുക. ഈ സെൻട്രിപെറ്റൽ ഫോഴ്സും സെൻട്രിഫ്യൂഗൽ ഫോഴ്സും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് നിലനിൽക്കുമ്പോൾ ആ ബോഡി കറക്റ്റ് ആ സർക്കുലർ മോഷനിൽ എന്ത് ചെയ്യും? പോയിക്കൊണ്ടിരിക്കും. ഇൻ കേസ് സെൻട്രിപെറ്റൽ ഫോഴ്സ് കൂടുകയാണെങ്കിൽ ആ ബോഡി ആ സർക്കുലർ മോഷൻ വിട്ട് ആ സർക്കുലർ പാത്തിൻ്റെ ഉള്ളിലേക്ക് തെറിക്കാനുള്ള എന്തുണ്ടാവും? ഒരു ടെൻഡൻസി ഉണ്ടാവും. അതേപോലെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സാണ് പെട്ടെന്ന് കൂടുന്നതെങ്കിൽ ആ ബോഡി എന്ത് ചെയ്യും? ആ സർക്കുലർ മോഷൻ വിട്ട് ആ സർക്കിളിൻ്റെ പുറത്തേക്ക് തെറിച്ച് പോവും. അതെങ്ങനെയാണ് ആ പുറത്തേക്ക് തെറിച്ച് പോവുക? ആ സർക്കുലർ പാത്തിൻ്റെ ഏത് പോയിന്റിലാണ് ആ ബോഡി ആയിരുന്നത്? ആ പോയിന്റിൽ ആ സർക്കുലർ പാത്തിന് ടാൻജൻ്റ് ആയിട്ടാണ് ആ ബോഡി എന്ത് ചെയ്യുക? പുറത്തേക്ക് എന്ത് ചെയ്യുക? തെറിച്ച് പോവുക. അപ്പോൾ ഇതാണ് ബേസിക്കായിട്ട് ഈ രണ്ട് ഫോഴ്സുകളെയും കുറിച്ച് പറയാനുള്ളത്. ഞാൻ നിങ്ങൾക്കൊരു ഫിഗർ വരച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് മെയിൻ കാര്യങ്ങളുണ്ട്. എന്താണ്? സർക്കുലർ മോഷനിൽ രണ്ട് ടൈപ്പ് സർക്കുലർ മോഷൻ ഉണ്ട്. യൂണിഫോം സർക്കുലർ മോഷൻ ആൻഡ് നോൺ യൂണിഫോം സർക്കുലർ മോഷൻ. യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞ അർത്ഥം ആ സർക്കുലർ മോഷനിലായിരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ബോഡിയുടെ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ആ ബോഡിയുടെ വെലോസിറ്റിയുടെ ഡയറക്ഷനിൽ മാത്രം എന്തുണ്ടാവുള്ളൂ? ചേഞ്ച് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ എന്തെന്ന് പറയും? അതിനെ യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറയും. ചില കേസിൽ എന്തുണ്ടാവുക? ആ സർക്കുലർ മോഷനിലായിരിക്കുന്ന ആ ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡിലും ചേഞ്ച് ഉണ്ടാവും, ഡയറക്ഷനിലും ചേഞ്ച് ഉണ്ടാവും. അങ്ങനെ ആ സർക്കുലർ മോഷനിലായിരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡിൽ ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ ആ മോഷനെ പറയുന്നതാണ് എന്ത്? നോൺ യൂണിഫോം സർക്കുലർ മോഷൻ. അതേപോലെ നമ്മുടെ സർക്കുലർ മോഷനായിട്ട് ബന്ധപ്പെട്ട ചില ടേംസ് ആണെന്ത്? ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. അതിന് നമ്മൾ തീറ്റ കൊണ്ടാണ് എന്ത് ചെയ്യുക? സാധാരണ ഡിനോട്ട് ചെയ്യുക. അതേപോലെ ആംഗുലാർ വെലോസിറ്റീനെ നമ്മൾ ഒമേഗ എന്നുള്ള ലെറ്റർ കൊണ്ടാണ് എന്ത് ചെയ്യുക? ഡിനോട്ട് ചെയ്യുക. ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താ? ആംഗിൾ, ടോട്ടൽ ആംഗിൾ കവേർഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. അതായത് തീറ്റ ഡിവൈഡഡ് ബൈ ടി ആണ് എന്ത്? ആംഗുലാർ വെലോസിറ്റി ഒമേഗ എന്ന് പറയുന്നത്. അതേപോലെ ആംഗുലാർ ആക്സലറേഷനും ഉണ്ട്. ഈ ആംഗുലാർ വെലോസിറ്റിയുടെ റേറ്റ് ഓഫ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം അതാണെന്ത്? ആംഗുലാർ ആക്സലറേഷൻ എന്ന് പറയുന്നത്. ആംഗുലാർ ആക്സലറേഷൻ നമ്മൾ
ആൽഫ എന്നുള്ള ലെറ്റർ കൊണ്ടാണ് എന്ത് ചെയ്യുക, ഡിനോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി എല്ലാവരും ബോഡിയിലേക്ക് നോക്കുക. സെൻട്രിപെറ്റൽ ഫോഴ്സും സെൻട്രിഫ്യൂഗൽ ഫോഴ്സും ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇതാ നോക്കൂ, നമ്മളൊരു ഫിഗർ വരച്ചിട്ടുണ്ട് ബോർഡിൽ. അതായത് ഒരു കുട്ടി ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു സർഫസിൽ നിന്നിട്ട് ഒരു സ്റ്റോൺ ഒരു സ്ട്രിങ്ങുമ്മ കെട്ടിയിട്ട് ആ സ്റ്റോൺ എന്ത് ചെയ്യാണ്, ഹൊറിസോണ്ടൽ ആയിട്ട് എന്ത് ചെയ്യാണ്, റിവോൾവ് ചെയ്യാണ്. ആ ഫിഗർ ആണ് നമ്മളിവിടെ കാണിച്ചേക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ആ കുട്ടി കോൺസ്റ്റന്റ് സ്പീഡിലാണ് ഹൊറിസോണ്ടൽ ആയിട്ട് ആ സ്റ്റോൺ റിവോൾവ് ചെയ്യണത് എന്ത് ചെയ്യുക, നമ്മൾ അസ്യൂം ചെയ്യുക. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സ്റ്റോൺ ഇവിടെ സർക്കുലർ പാത്തിൽ എന്ത് ചെയ്യാണ്, മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു സ്റ്റോൺ ഇവിടെ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യണമെങ്കിൽ ആ സ്റ്റോണിന് അല്ലെങ്കിൽ ആ സർക്കുലർ പാത്തിലുള്ള ആ ഒബ്ജക്റ്റിന് എന്തുണ്ടായിരിക്കണം, ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടായിരിക്കണം. അതായത് ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ബോഡിക്ക് സർക്കുലർ മോഷനിൽ ആയിരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും, ടുവേർഡ്സ് ദ സെന്റർ ഓഫ് ദ സർക്കുലർ പാത്ത് അലോങ് ദ റേഡിയസ്. അതായത് റേഡിയസിൽ കൂടെ ആ സർക്കുലർ പാത്തിന്റെ സെന്ററിലേക്ക് ആയിരിക്കും ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ത് ചെയ്യുക, ആക്ട് ചെയ്യുക. ആ സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഫലമായിട്ടുണ്ടാവുന്ന ആക്സിലറേഷനെയാണ് എന്തെന്ന് പറയുക, സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്ന് പറയാം. ഓക്കെ, ഈ കേസിൽ ആരാണ് ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇവിടെ കൊടുക്കുന്നത്? സെൻട്രിപെറ്റൽ ഫോഴ്സ് ഒരിക്കലും ഒരു പുതിയ ഫോഴ്സ് അല്ല. അവിടെയുള്ള ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി ആയിരിക്കും ഓരോ കേസിലും ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ത് ചെയ്യുക, കൊടുക്കുക. ഈ കേസിൽ ആ സ്ട്രിങ് അല്ലെങ്കിൽ നൂല് അതും ഉണ്ടാവുന്ന ആ സ്ട്രിങ്ങുമ്പോൾ ഉണ്ടാവുന്ന ടെൻഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ടെൻഷൻ ആണ് എന്ത് ചെയ്യുക, സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു കേർവ്ഡ് പാത്തിക്കൂടെ ഒരു കാറ് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ, ആ കേർവ്ഡ് പാത്തിക്കൂടെ ഒരു കാറ് ട്രാവൽ ചെയ്യുമ്പോൾ അത് ശരിക്കും എന്താണ്, ഒരു സർക്കുലർ മോഷന്റെ ഒരു പാർട്ടാണ്. ആ കേസിൽ ആരാണ് അവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്? ആ കാറിന്റെ ടയറും റോഡും തമ്മിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. അപ്പൊ അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ഓരോ ആൾക്കാരുണ്ടായിരിക്കും എന്തിന്, ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ. അപ്പൊ ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടായാൽ മാത്രമേ ഒരു ബോഡിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സർക്കുലർ മോഷനിൽ ആയിരിക്കാൻ പറ്റുള്ളൂ. സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഫലമായിട്ടുണ്ടാവുന്ന സെൻട്രിപെറ്റൽ ആക്സിലറേഷന്റെ ഫോർമുലയാണ് എന്ത്, എം ഇൻറ്റു വി സ്ക്വയർ ബൈ ആർ. എം എന്ന് പറയുന്നത് മാസ് ഓഫ് ദ ഒബ്ജക്റ്റ്, വി എന്ന് പറയുന്നത് ലീനിയർ വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ് ഇൻ സർക്കുലർ മോഷൻ, ആൻഡ് ആർ എന്ന് പറയുന്നത് എന്താ, ആ സർക്കുലർ പാത്തിന്റെ എന്താണ്, റേഡിയസ്. അപ്പൊ എന്താണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷന്റെ ഇക്വേഷൻ? എം ഇൻറ്റു വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ. ഓക്കെ, ഈ സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ കറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുണ്ടാകുന്ന ഒരു ഫിക്ഷസ് അല്ലെങ്കിൽ നോൺ റിയൽ ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആണ് അവിടെ കാണിച്ചിട്ടുണ്ട്. എന്താണ്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ കറക്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. അതിന്റെ ഡയറക്ഷൻ എപ്പോഴും ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെ എങ്ങനെയായിരിക്കും, ആ സർക്കുലർ പാത്തുനിന്ന് ഔട്ട്വേർഡ്സ്, അതായത് ഔട്ട്വേർഡ്സ് ടു ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആയിരിക്കും എന്ത്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ. ഇനി നമുക്കറിയാം, ഒരു ബോഡി സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുമ്പോൾ ആ സർക്കുലർ പാത്തിലത്തെ ഏതെങ്കിലും ഒരു പോയിന്റില് ആ ബോഡിയുടെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ആ പോയിന്റില് ആ സർക്കുലർ പാത്തിന് എന്ത് വരയ്ക്കുക, ഒരു ടാൻജന്റ് വരയ്ക്കുക. അതായിരിക്കും ആ പോയിന്റിലത്തെ ആ ബോഡിയുടെ സർക്കുലർ പാത്തിലത്തെ എന്താണ്, വെലോസിറ്റിയുടെ ഡയറക്ഷൻ. അപ്പൊ അതാണ് അവിടെ ഗ്രീൻ കളറിൽ ഒരു ഏരോ മാർക്ക് കാണിച്ചേക്കുന്നത്, പാത്ത് ഓഫ് ഇനേർഷ്യ അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി. അത് എപ്പോഴും എങ്ങനെയായിരിക്കും സർക്കുലർ മോഷനിൽ, ഏത് പോയിന്റിലാണ് നമ്മൾ വെലോസിറ്റിയുടെ ഡയറക്ഷൻ കാണുന്നത്, ആ പോയിന്റില് ആ സർക്കുലർ പാത്തിനോട് ടാൻജന്റ് വരയ്ക്കുക. അതായിരിക്കും ആ വെലോസിറ്റിയുടെ എന്ത്, ഡയറക്ഷൻ. ഇനി ഈ സെൻട്രിപെറ്റൽ ഫോഴ്സും സെൻട്രിഫ്യൂഗൽ ഫോഴ്സും രണ്ടും ഈക്വലും ഓപ്പോസിറ്റും ആയിരിക്കുന്ന ആ ഒരു സമയത്ത് ഈ ബോഡി ആ സർക്കുലർ മോഷനിൽ തന്നെ എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്യും. ഇൻ കേസ് സെൻട്രിപെറ്റൽ ഫോഴ്സ് ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് കൂടുതൽ ആവുകയാണെങ്കിൽ ആ ബോഡി എന്ത് ചെയ്യും, ആ സർക്കുലർ പാത്ത് വിട്ട് ആ
സർക്കുലർ പാത്തിന്റെ സെന്ററിലേക്ക് എന്ത് ചെയ്യും, നീങ്ങി അല്ലെങ്കിൽ തെറിച്ചു വരും. അതേപോലെ ഏതെങ്കിലും കാരണവശാൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൂടുകയാണെങ്കിൽ എന്താവും, ആ ബോഡി ആ സർക്കുലർ പാത്ത് വിട്ട് ആ സർക്കിളിന്റെ പുറത്തേക്ക് എന്ത് ചെയ്യും, തെറിച്ചു പോവും. അങ്ങനെ അത് സർക്കിളിന്റെ പുറത്തേക്ക് തെറിച്ച് പോവുകയാണെങ്കിൽ എപ്പോഴും അത് എങ്ങനെയാ പോവുക, അത് ഏത് പോയിന്റിലാണ് ഇപ്പോ ആയിരിക്കുന്നത് ആ സർക്കുലർ പാത്തില്, ആ പോയിന്റിന് ടാൻജന്റ് ആയിട്ടുള്ള ഡയറക്ഷനിലാണ് അത് എന്ത് ചെയ്യുക, പുറത്തേക്ക് എന്ത് ചെയ്യുക, തെറിച്ച് പോവുക. ഇനി നമ്മുടെ ഈ സെൻട്രിപെറ്റൽ ഫോഴ്സിലേക്ക് വീണ്ടും വരാം. വർക്ക് ഡൺ ഡ്യൂ ടു സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്താണ്, 0 ആണ്. കാരണം എന്താ, സെൻട്രിപെറ്റൽ ഫോഴ്സ് നമ്മുടെ